അപ്പൊ കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ചടപടയ എന്ന് പറഞ്ഞ ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ നമ്മൾ ചോറ്, ചപ്പാത്തി എന്തിന്റെ കൂടെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണ്ടേ? വീഡിയോ കാണുന്ന കൂട്ടുകാര് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 5 ചെറിയുള്ളി 2 മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് കൈവിടാതെ തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തെടുക്കലാണ്. നമുക്ക് കൈവിടാതെ തന്നെ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കൈവിടാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ കിട്ടത്തില്ല. നമ്മൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കറക്റ്റ് നമ്മളൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടി ഐറ്റംസ് ആയിട്ട്. പൊടി ഐറ്റംസ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. നമ്മൾ പൊടി ഐറ്റംസ് ചേർക്കുന്ന ആ ഒരു സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം. നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടി ഐറ്റംസ് കരിഞ്ഞു പോകും. പൊടി ഐറ്റംസ് ചേർത്ത ശേഷം നമുക്ക് അതിന്റെ ആ ഒരു പച്ചമണം മാറുന്നത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് തണുത്ത് വന്ന ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കടി കിട്ടുമെന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു 10-20 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടതാണ്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് 2ആയിട്ട് കീറിയത്. പിന്നെ അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കടലയും അതുപോലെ തന്നെ കിഴങ്ങുമാണ്. രണ്ടും നമ്മൾ കുക്കറിലിട്ട് വേവിച്ചതാണ്. ഒരുപോലുള്ള അളവിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ആ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം മീഡിയത്തിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ലൈക്ക് അടിക്കാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഒന്ന് ഫോളോ ആക്കാനും മറക്കല്ലേ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ തന്നെ അതിനോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചതച്ചതാണ്. അത് നമുക്ക് രണ്ടും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം. കാരണം ഇത് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അരപ്പാണ്. അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് ആ കിഴങ്ങിലും കടലയിലും ഒക്കെ അരപ്പ് നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. കിഴങ്ങിലും അതുപോലെ തന്നെ കടലയിലും നമുക്ക് നന്നായിട്ടൊന്ന് അരപ്പാക്കിയിട്ട് എടുക്കണം. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മിക്സി കഴുകിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് അതിനകത്തുള്ള അരപ്പെല്ലാം നമുക്ക് കറിയിൽ മുഴുവനായിട്ട് ഒഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇളക്കിയെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കണം. നന്നായി തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പുമാണ്. നമ്മൾ നേരത്തെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഉപ്പും ഗരം മസാലയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നല്ലൊരു മണം വരും. കാര്യം നല്ല അടിപൊളി മണമാണ് വരുന്നത്. നമ്മളിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു അടിപൊളി മണം വരും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. കൂട്ടുകാർ മസ്റ്റ് ആയിട്ടൊന്ന്